ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഈ വൈശാഖമാസം തുടങ്ങിയപ്പോൾ മുതൽ ഭഗവാന്റെ കഥകൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. അതായത് മഹാഭാഗവതത്തിലെ കഥകൾ ഭഗവാന്റെ തിരു അവതാരം മുതലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ആദ്യം നമ്മൾ പറഞ്ഞത് ദുന്ദുകാരി മോക്ഷമാണ്. പിന്നീട് ഭഗവാന്റെ അവതാര കഥയിലേക്ക് വന്നു. അങ്ങനെ ഭഗവാന്റെ അവതാരം മുതൽ ഭഗവാന്റെ സ്വർഗാരോഹണം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വൈശാഖമാസം മുഴുവനും പറയാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഭഗവാൻ അനുവദിക്കണം, എങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഈശ്വരൻ എന്താണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കഥാഭാഗത്തിലേക്ക് കടക്കാം. വൈശാഖമാസം 2026 എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയും പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാ കഥകളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ആ കഥകളൊന്നും കേട്ടിട്ടില്ലെങ്കിൽ അതിൽ ഉണ്ട്. ആ കഥകളെല്ലാം നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ആ കഥകളൊക്കെ കേൾക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. ശ്രീകൃഷ്ണ രൂപത്തിലുള്ള അവതാരമാണ്. കംസന്റെ കാരാഗൃഹത്തിലെ ആ പരുപരുത്ത തറയിലാണ് ഭഗവാൻ അവതരിച്ചത്. വസുദേവർക്കും ദേവകിക്കും വേണ്ട ഉപദേശങ്ങളും ഇനി മുമ്പോട്ട് എങ്ങനെ പോകണം എന്നുള്ളതിനെ പറ്റിയുമൊക്കെ വളരെ വിശദമായി തന്നെ ഭഗവാൻ അവിടെ സംസാരിക്കുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഭഗവാൻ എല്ലാ കാര്യങ്ങളും വസുദേവരോടും ദേവകിയോടും പറഞ്ഞതിനു ശേഷം വീണ്ടും തൻ്റെ സർവചിഹ്നങ്ങളും ഉപസംഹരിക്കുകയും ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപത്തിൽ ആ പരുപരുത്ത തറയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദേവകി ആ കുഞ്ഞിനെ മാറോടടക്കി ധാരാളം ചുംബനങ്ങൾ നൽകി മതിവരാതെ കുഞ്ഞിനെ നോക്കി മതിവരാതെ കരയുകയാണ്. പെട്ടെന്ന് തന്നെ വസുദേവര് തൻ്റെ ആ ഒരു ബോധം വീണ്ടെടുക്കുകയും കുഞ്ഞിനെ ദേവകിയുടെ കയ്യിൽ നിന്നും വാങ്ങുകയും ചെയ്യുന്നു. എന്നിട്ട് തൻ്റെ ഉത്തരീയം കൊണ്ട് കുഞ്ഞിനെ പുതപ്പിക്കുന്നു. എന്നിട്ട് മാറോടടുക്കി പിടിച്ചുകൊണ്ട് കാരാഗൃഹത്തിൻ്റെ ആ വാതിലിൻ്റെ അടുക്കലേക്ക് നടക്കുന്നു. അത്ഭുതം എന്താണ്? പെട്ടെന്ന് തന്നെ ആ വാതിൽ തുറക്കുന്നു. നോക്കുമ്പോൾ കാവൽക്കാരെല്ലാം ഗാഠനിദ്രയിലാണ്, കൂർക്കം വലിച്ച് ഉറങ്ങുന്നു. പെട്ടെന്ന് തന്നെ വസുദേവർ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആ കാരാഗൃഹത്തിന്റെ പുറത്തേക്ക് കടക്കുന്നു. അപ്പോഴും പുറത്ത് ഇടിവെട്ടി മഴ പെയ്യുകയാണ്. അങ്ങനെ ആ മഴയത്തേക്ക് കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വസുദേവര് നടക്കുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ആദിശേഷൻ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ ഭണമണ്ഡലം വിടർത്തി ഒരു കുടയായി അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ആ സമയത്ത് ഇന്ദ്രൻ മിന്നലുകൾ പൊഴിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രൻ മിന്നലുകൾ ആ സമയം പൊഴിക്കുന്നത്? ആ മിന്നലിന്റെ വെളിച്ചത്തിൽ വസുദേവർക്ക് വഴി കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ വസുദേവര് ആ കുഞ്ഞിനെയും മാറോടടുക്കി പിടിച്ചുകൊണ്ട് ആ പെരുമഴയത്ത് അങ്ങനെ മുമ്പോട്ട് നടക്കുന്നു. ലോകൈകനാഥനായ മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണ രൂപത്തിലുള്ള അവതാരത്തിനു ശേഷം, അതായത് ശ്രീകൃഷ്ണന്റെ ആദ്യത്തെ എഴുന്നള്ളത്താണ് അവിടെ സംഭവിക്കുന്നത്. ആ എഴുന്നള്ളത്ത് കാണുന്നതിനായിട്ട് ആകാശത്ത് എല്ലാ ദേവന്മാരും, ബ്രഹ്മദേവനും ത്രിദേവിമാരും അതുപോലെ തന്നെ മഹേശ്വരനും യക്ഷന്മാരും കിന്നരന്മാരും ഗന്ധർവന്മാരും ബ്രഹ്മർഷി മുഖ്യരും എല്ലാവരും തന്നെ അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവരെല്ലാവരും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്നു. കാരണം ആ പുണ്യ മഹോത്സവത്തിൽ അവരെല്ലാവരും പങ്കെടുക്കുകയാണ്. ഭഗവാൻ നമ്മൾ കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ, അല്ലെ? ഭഗവാൻ ആറാട്ടിന് പോകുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഭഗവാന്റെ പിന്നാലെ നാമം ജപിച്ചുകൊണ്ട് പോകും ആ ആറാട്ട് കാണുന്നതിനായിട്ട്. അതുപോലെ ഇവിടെ വസുദേവര് കുഞ്ഞിനെയും കൊണ്ട് മുമ്പേ നടക്കുന്നു. പുറകിന് ആദിശേഷൻ
മഴയിൽ നിന്നും കുഞ്ഞിനെയും അച്ഛനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുറകില് ആകാശത്തുകൂടി സകല ദേവന്മാരും. അത്ര മനോഹരമായ പുണ്യകരമായ ഒരു കാഴ്ചയാണ് അവിടെ നടക്കുന്നത്. ആ കുഞ്ഞ് വസുദേവരുടെ മാറിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ കുറേ ദൂരം നടന്നു. വസുദേവർക്ക് പ്രത്യേകിച്ച് യാതൊരു ക്ഷീണവും തോന്നിയില്ല. അപ്പോഴും ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ നടന്നു നടന്ന് എവിടെ എത്തിച്ചേരുന്നു? കാളിന്തി നദിയുടെ തീരത്ത് എത്തിച്ചേരുന്നു. വലിയ നദിയാണ്, വലിയ ഒഴുക്കുണ്ട്, അഗാധമായ ഗർത്തങ്ങളുണ്ട്. എങ്ങനെ മറുകര കടക്കും? ആ സമയത്ത് ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥയിലൂടെ വസുദേവര് കടന്നുപോയി. തൻ്റെ കയ്യിലുള്ളത് ലോകൈകനാഥനാണ് എന്നുള്ള ചിന്ത പോലും ആ നിമിഷം വസുദേവര് മറക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു അശരീരി കേൾക്കുന്നു. അല്ലയോ കാളിന്തി, ലോകരക്ഷകന്റെ എഴുന്നള്ളത്തിന് വഴിയൊരുക്കി കൊടുക്കൂ. ഇതാണ് അശരീരി. പെട്ടെന്ന് തന്നെ കാളിന്തി രണ്ടായി പകുത്തു മാറുന്നു. എന്നിട്ട് നടുഭാഗത്തുകൂടി ഒരു പാത അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. വസുദേവര് അതിൽ കൂടി അതിവേഗം നടക്കുകയും അക്കരെ കടക്കുകയും ചെയ്തു. അങ്ങനെ അമ്പാടിയിൽ എത്തിച്ചേരുകയാണ് വസുദേവര്. അമ്പാടിയിൽ നന്ദഗോപരുടെ മന്ദിരത്തിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ വിഷ്ണുമായയുടെ പ്രഭാവമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ, നന്ദഗോപരുടെ വീട്ടിലുള്ള എല്ലാവരും തന്നെ ബോധമില്ലാത്തവരെ പോലെ ഉറങ്ങുകയായിരുന്നു. അതിന് കാരണം അവിടെ വിഷ്ണുമായയുടെ ഒരു ലീലാവിലാസമാണ് നടന്നത്. അങ്ങനെ നേരെ പ്രസവമുറിയിലേക്കാണ് വസുദേവര് കുഞ്ഞിനെയും കൊണ്ട് നടക്കുന്നത്. ആ പ്രസവമുറി പോലും തുറന്നു കിടക്കുകയായിരുന്നു. യശോദ പ്രസവിച്ചു കിടക്കുന്നു ഒരു പെൺകുഞ്ഞിനെ. പക്ഷേ യശോദ പോലും താൻ പ്രസവിച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ടില്ല. കാരണം എല്ലാവരും മായാദേവിയുടെ പിടിയിൽപ്പെട്ട് ഇരിക്കുകയായിരുന്നു. വസുദേവര് ആ സൂതികാഗൃഹത്തിൽ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ട് ബോധം കെട്ടുറങ്ങുന്ന യശോദാറാണിയുടെ അരികിലേക്ക് തൻ്റെ പൊന്നോമന കുഞ്ഞിനെ കിടത്തുകയാണ്. എന്നിട്ട് കരയുകയാണ് വസുദേവര്. മകനെ, നിന്നെ ഞാൻ ഇനി എന്നു കാണും എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, വേദനയോടുകൂടി ചിന്തിച്ചുകൊണ്ട്, നന്ദഗോപരുടെ പത്നിയായ യശോദാറാണിയുടെ അരികിൽ ചേർന്നു കിടന്നിരുന്ന പെൺകുഞ്ഞിനെ എടുക്കുന്നു. എന്നിട്ട് വന്ന വഴിയെ തന്നെ വേഗത്തിൽ തിരിച്ചു പോവുകയും യമുനാ നദി കടന്ന് ഇക്കരെ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്നും വേഗം നടന്ന് കാരാഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു. ആ സമയം വരെയും കാവൽക്കാരും ഉണർന്നില്ല. അങ്ങനെ ആ പെൺകുഞ്ഞിനെ ദേവകിയുടെ അരികിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. അപ്പോൾ തന്നെ അവരുടെ കൈകാലുകളിൽ മുമ്പത്തെ പോലെ ഇരുമ്പു ചങ്ങല താനെ ബന്ധിക്കപ്പെട്ടു. കാരാഗൃഹത്തിന്റെ വാതിലുകളും താനെ അടഞ്ഞു. തൻ്റെ ജനനം ഈ ലോകത്തിനെ അറിയിക്കണം എന്ന് തോന്നുമാറ് ആ പെൺകുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അത് കേട്ടതും കാവൽക്കാരെല്ലാവരും ഞെട്ടി ഉണർന്നു. അത്ര ശബ്ദത്തിലാണ് ഈ പെൺകുഞ്ഞ് കരഞ്ഞത്. ദേവകീദേവി പ്രസവിച്ചിരിക്കുന്നു, അതും 8ാമത്തെ കുഞ്ഞ്. എത്രയും പെട്ടെന്ന് കംസനെ ഈ വിവരം അറിയിക്കണം എന്ന് നിശ്ചയിച്ചുകൊണ്ട് ഇവരെല്ലാവരും, അതായത് ഈ കാവൽക്കാരെല്ലാവരും കൂടി കംസന്റെ കൊട്ടാരത്തിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് കംസൻ കിടന്നുറങ്ങുകയാണ് കംസന്റെ മുറിയിൽ. അതിൻ്റെ പുറത്തു നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, തമ്പുരാനെ, ദേവകീദേവി തിരുവയറൊഴിഞ്ഞിരിക്കുന്നു. കുട്ടിയുടെ കരച്ചിൽ
അടിയങ്ങൾ കേട്ടിരിക്കുന്നു. കാവൽക്കാരുടെ ഇത്തരത്തിലുള്ള വാക്കുകൾ മരണദേവതയുടെ അലർച്ച പോലെയാണ് ആ ദുഷ്ടന് തോന്നിയത്. പെട്ടെന്ന് തന്നെ കംസൻ ചാടി എഴുന്നേൽക്കുന്നു. എന്തിന്? തലമുടി പോലും നേരെ ചൊവ്വെ കെട്ടാതെ, ഉടുത്തിരുന്ന വസ്ത്രം പോലും നേരെ ചൊവ്വെ ആക്കാതെ, ഇരുട്ടിൽ കൂടി തപ്പിത്തടഞ്ഞ് ഓടി കംസൻ എവിടെ എത്തിച്ചേരുന്നു? ദേവകീദേവിയുടെ കാരാഗ്രഹത്തിൽ എത്തിച്ചേരുന്നു. അങ്ങനെ കാരാഗ്രഹ മുറിയിലേക്ക് കംസൻ പ്രവേശിക്കുകയാണ്. ചെന്നിട്ട് ദേവകിയെ നോക്കി പൊട്ടിച്ചിരിക്കുന്നു, ഒരു രാക്ഷസനെ പോലെ. പൈശാചികമായ ഒരു അട്ടഹാസം. ദേവകി ആ ചോര കുഞ്ഞിനെ മാറോടടുപ്പിച്ച ശേഷം കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുകയാണ്, ജ്യേഷ്ഠ, എൻ്റെ 6 കുഞ്ഞുങ്ങളെ കൊന്നതുപോലെ ഇതിനെ ജ്യേഷ്ഠൻ കൊല്ലരുതേ. ഇതൊരു പെൺകുഞ്ഞാണ്. ഇതിനെ കൊണ്ട് യാതൊരു ഉപദ്രവവും ജ്യേഷ്ഠൻ ഉണ്ടാകുന്നതല്ല. ഞാൻ കാലു പിടിച്ച് അപേക്ഷിക്കുന്നു, ജ്യേഷ്ഠൻ എന്നോട് ദയവ് തോന്നി ഈ കുഞ്ഞിനെയെങ്കിലും എനിക്ക് വിട്ടു നൽകണം. ഈ കുഞ്ഞ് അങ്ങയെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ദേവകി കരയാൻ തുടങ്ങി. അനുജത്തിയുടെ ഇത്തരത്തിലുള്ള കരച്ചിൽ കേട്ടിട്ട് പോലും ആ ദുഷ്ടന് യാതൊരു അലിവും തോന്നിയില്ല. ആ മനുഷ്യ രാക്ഷസൻ മുമ്പോട്ട് ചാടി ആ പിഞ്ചു കുഞ്ഞിനെ അതിൻ്റെ മാതാവിൻ്റെ കയ്യിൽ നിന്നും ബലമായി കടന്നു വലിച്ചു പിടിച്ചെടുത്ത് 2 പാദങ്ങളും കൂട്ടിപ്പിടിച്ച് തല കീഴായി തൂക്കി എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയും ആ വട്ടപ്പാറയുടെ അടുക്കലേക്ക് വന്ന് അതിന്മേൽ അടിച്ചു കൊല്ലാനായി ആ കുഞ്ഞിനെ 2 കാലിലും ചേർത്ത് പിടിച്ച് മേൽപോട്ടുയർത്തുന്നു. അപ്പോൾ ആ കശ്മലന്റെ കയ്യിൽ നിന്നും വഴുതി ആ ശിശു ആകാശത്തിലേക്ക് കുതിക്കുന്നു. കംസൻ ഞെട്ടിത്തരിച്ച് മുകളിലേക്ക് നോക്കുന്നു. അപ്പോൾ കംസൻ കാണുന്നത് എന്താണ്? ഒരു ചെറു പൈതലിനെ അല്ല കംസൻ ആകാശത്ത് കണ്ടത്. ആ സ്ഥാനത്ത് കാളമേഘവർണം പൂണ്ട് ഖഡ്ഗം, ചാപം, ബാണം, ചർമ്മം, ശൂലം തുടങ്ങിയ ആയുധങ്ങൾ ധരിച്ച 8 കൈകളോടും ദിവ്യപ്രകാശത്തോടും കനക കുണ്ടലദ്വയങ്ങളോടും നീണ്ടഴിഞ്ഞ കരിമുകിലൊത്ത കബരിയോടും കൂടിയ ഒരു അത്ഭുത സ്വരൂപിണിയായ ഭഗവതിയെയാണ്, സാക്ഷാൽ ദുർഗയായ കാർത്യായനി ദേവിയെയാണ് അവിടെ കംസന് കാണാനായിട്ട് സാധിച്ചത്. ആ ദേവി കംസനെ നോക്കി പറയുകയാണ്, ഹേ ദുഷ്ടനായ കംസ, സ്ത്രീകളോടാണോ നിന്റെ പരാക്രമം? ഞാൻ നിന്നോട് എന്തു തെറ്റു ചെയ്തു? എന്തിനാണ് നീ എന്നെ കൊല്ലാൻ ആലോചിച്ചത്? എന്തിനാണു നീ അത് ചെയ്തത്? ഹേ ദുഷ്ട, മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ നീ എന്തു ചെയ്തിട്ടും യാതൊരു പ്രയോജനവുമില്ല. നിന്നെ വധിക്കുവാനുള്ള പൈതൽ എന്നോടൊപ്പം ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എൻ്റെ കാലു പിടിച്ചു ഇപ്പോൾ നീ. അതുകൊണ്ട് ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ഹരേ കൃഷ്ണ. ഇവിടെ ദുഷ്ടനായ കംസൻ പോലും അറിയാതെയാണ് എങ്കിൽ പോലും അമ്മ മഹാമായയായ ആ പരമേശ്വരിയുടെ തൃക്കാല് പിടിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഭഗവതി പറയുകയാണ്, അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ കൊല്ലുന്നില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി. ഇതു കേട്ടതും കംസൻ ഭയന്നു. ഒരു ശവം പോലെ അവിടെ അങ്ങനെ നിൽക്കുകയാണ് കംസൻ. അതിനുശേഷം കാരാഗ്രഹത്തിനുള്ളിലേക്ക് കടക്കുകയും താൻ ചെയ്തു പോയ അപരാധങ്ങൾ പൊറുത്ത് മാപ്പു നൽകണമെന്ന് സഹോദരിയോടും
സഹോദരി ഭർത്താവിനോടും പറയുകയാണ്. എന്നിട്ട് അവരെ ആ നിമിഷം തന്നെ കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. തൻ്റെ അന്തകനായ ബാലൻ എവിടെയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ഉത്കണ്ഠ കംസനെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അന്നത്തെ രാത്രി അവൻ ഉറങ്ങിയില്ല. മരണരാക്ഷസൻ അവന്റെ നെഞ്ചിൽ കയറിയിരുന്ന് അവനെ കഴുത്തു ഞെരിച്ചു കൊല്ലുന്നതു മാതിരിയുള്ള സ്വപ്നങ്ങൾ കണ്ട് പിന്നീടുള്ള ദിവസങ്ങളെല്ലാം തന്നെ കംസൻ ഞെട്ടി ഉണർന്നു. പിറ്റേ ദിവസം രാവിലെ കംസൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സ് നേരെ നിൽക്കുന്നേയില്ല. ആ സമയത്ത് അവിടെ ഇവന്റെ കൂട്ടുകാരായ പ്രലംബനും മറ്റുള്ള ആളുകളുമൊക്കെ എത്തിച്ചേരുന്നു. രാജാവിന്റെ മുഖത്ത് വിഷമമാണ്. അത് കണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, ഈ പ്രലംബൻ എന്ന ദുഷ്ടനായ രാക്ഷസൻ ചോദിക്കുകയാണ്, പ്രഭോ, എന്താണ് അവിടുത്തേക്ക് ഇത്ര വലിയ ഒരു വിഷമം? എന്തുകൊണ്ടാണ് അങ്ങിങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഉടൻ തന്നെ കംസൻ അവരോട് പറയുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ അനുജത്തി ദേവകി 8ാമത് പ്രസവിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു പ്രസവിച്ചത്. 8ാമത്തെ പുത്രൻ എന്നെ വധിക്കും എന്നായിരുന്നല്ലോ അശരീരി. ആ ദേവവാക്യം തെറ്റായിരിക്കുന്നു. കാരണം ദേവകി പ്രസവിച്ചത് ആൺകുഞ്ഞിനെയല്ല, ഒരു പെൺകുഞ്ഞിനെയാണ്. ആ കുഞ്ഞിനെ ഞാൻ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ആ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നും വഴുതി ആകാശത്തേക്ക് പോവുകയും ഒരു ദേവതയുടെ രൂപത്തിൽ എന്നോട് പറയുകയും ചെയ്തു, നീ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? നിന്റെ ഘാതകൻ ഇന്നു ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഈ ദേവി ആകാശത്തിൽ അങ്ങ് മറഞ്ഞു കളയുകയും ചെയ്തു. ദേവകിയുടെ പുത്രൻ എന്നെ വധിക്കുമെന്ന് ദേവവാക്യമുണ്ടായിട്ട് മറ്റൊരുവളുടെ പുത്രനാണോ ഇനി എന്നെ വധിക്കുവാനായി ജനിച്ചിരിക്കുന്നത്? അങ്ങനെ വരുമ്പോൾ ഈ അശരീരിക്ക് എന്തു വിലയാണ് ഉള്ളത്? ഇങ്ങനെയൊക്കെ ഈ കംസൻ തൻ്റെ കൂട്ടുകാരോട് പറയുകയാണ്. ഉടൻ തന്നെ ആ കൂട്ടത്തിൽ ഒരു കൂട്ടുകാരൻ പറയുകയാണ്, പ്രഭോ, ദേവകൾ സത്യം പറയുമോ? അവരെപ്പോഴും കള്ളം മാത്രമല്ലേ പറയുകയുള്ളൂ. പ്രത്യേകിച്ച് ഇന്ദ്രനെ അങ്ങേക്ക് അറിയത്തില്ലേ? ഇന്ന് വരെ സത്യം പറഞ്ഞിട്ടുണ്ടോ? അങ്ങല്ലാതെ ആരെങ്കിലും ഇതൊക്കെ വിശ്വസിക്കുമോ? ഇനി അങ്ങനെ ഒരു ഘാതകൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ലേ? അങ്ങ് എന്തിനാണ് വിഷമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടൻ തന്നെ കംസൻ പറയുകയാണ്, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഇന്നേക്ക് 10 ദിവസം മുമ്പ് മുതൽ ഇന്ന് വരെ ജനിച്ചിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ കണ്ടെത്തുകയും അവരെയൊക്കെ കൊന്നുകളയുകയും ചെയ്യണം. അങ്ങനെയാകുമ്പോൾ ആ കൂട്ടത്തിൽ എൻ്റെ അന്തകനും ഉണ്ടാകും എന്ന് കംസൻ അവരോട് പറയുന്നു. ദുഷ്ടന്മാരായ കംസന്റെ സുഹൃത്തുക്കൾ അതെല്ലാം സമ്മതിക്കുന്നു. അങ്ങനെ അല്പം ഒരു സമാധാനത്തോടു കൂടി കംസൻ ഇരിക്കുകയാണ്. എങ്കിലും എല്ലാ രാത്രിയിലും കംസൻ ഞെട്ടി ഉണരുമായിരുന്നു. ഹരേ കൃഷ്ണ. നാളെ നമുക്ക് അമ്പാടിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യമൊന്ന് നോക്കാം. എല്ലാവരും മാധവത്തിന്റെ കൂടെ ഇരുന്ന് ഈ വൈശാഖ മാസം മുഴുവനും ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. ഇന്നത്തെ ചോദ്യം, വസുദേവര് ഏതു നദി കടന്നാണ് അമ്പാടിയിലേക്ക് എത്തിച്ചേർന്നത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എല്ലാവരും കമന്റായി രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കഥാഭാഗം മനസ്സിലായോ? മനസ്സിലായെങ്കിൽ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കമന്റായി രേഖപ്പെടുത്തണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, നാമം ജപിക്കണം. എല്ലാവരും
ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രമോ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ കഥകൾ കേൾക്കുക, പറഞ്ഞു കൊടുക്കുക. ഭഗവാന്റെ നാമങ്ങളെല്ലാം ജപിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. ഭഗവാനെ സ്നേഹിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അമ്മ മഹാമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.